പുരോഗമിച്ചപ്പോൾ നീലേശ്വരം മാർക്കറ്റ് റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനിയും എത്ര നാൾ ഈ ദുരിതാവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഇപ്പം മഴ പെയ്ഞ്ഞാൽ ഫുള്ള് വെള്ളം കെട്ടിക്കലാണ്. അപ്പം ഇത് നേരത്തെ ആക്കേണ്ട പണിയാണത്. ചാല ആക്കേണ്ടതാണ്. നേരത്തെ ചാല ആക്കില്ല. നേരത്തെ ചാല ആക്കാത്ത കൊണ്ട് ഇപ്പോൾ വെള്ളം മുത്തിയിട്ട് അപ്പുറത്ത് വെള്ളം മുത്തിയുണ്ട്. ഇവിടെ 2-3 ആളുകൂടെ മറിഞ്ഞു ആ കുഴിയിൽ. പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് അത് ആദ്യം ചെയ്യേണ്ട പണിയാണെന്നത്. അതിപ്പോൾ ഈ സമയത്താണ് ഇവർ പണി തുടങ്ങിയത്. അതുകൊണ്ട് ഇന്നലെ അപകടം ചാകാതെ കഷ്ടപ്പെട്ടു 2-3 ആൾ ആ കുണ്ടിൽ വീണിട്ട്. അതുപോലെ ഇതിൻ്റെ അങ്ങേയറ്റത്ത് വലിയ കുണ്ടാകുന്നു. അതിലും ഇതേപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർ വന്നാലും ബൈക്കുകാർ വന്നാലും ആ കുണ്ടിൽ വരികയും അത് ഫുള്ള് വെള്ളം കയറും. പിന്നെ എടുക്കേണ്ട പണി സമയത്തിന് എടുക്കൂല. അവരിങ്ങനെ പണിയെടുത്തു, അവർ തോന്നുന്ന പോലെ എടുത്ത് പോയി. റോഡൊക്കെ അവിടെ ഇപ്പോൾ കുണ്ടുകൂടി തന്നെ. പൈസ നല്ലവണ്ണം മുടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ആവശ്യത്തിന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. അത് തന്നെ ഇത് ഇപ്പുറത്തെ ഇവിടെ ബ്ലോക്കാക്കി, അപ്പുറം ബ്ലോക്കാക്കി. ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര കഷ്ടത്തിലാണ്. ജനാളെല്ലാം ഭയങ്കര ദുരിതത്തിലാണ്. 1-2 ബൈക്കുകാരൊക്കെ വീണ് നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ റോഡിൻ്റെ പണി ആദ്യം ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ സർവീസ് റോഡാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാണ്ടാണ് ഈ പണി തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും വന്നാൽ ഈ റോഡിലേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു വാടക വിളിച്ച് പോകാൻ 1/2 മണിക്കൂറാവും. തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പണിയും പോകും. നമുക്ക് ശരിക്കും വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൻ്റെ പണി ഇങ്ങനെ ആയതുകൊണ്ട്. എത്രയും പെട്ടെന്ന് തീർത്തു തരാൻ വേണ്ടിയില്ല അധികാരികൾ കണ്ണു തുറന്നേ പറ്റൂ, അല്ലെങ്കിൽ ജനങ്ങൾ ദുരിതത്തിലാവും. റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടനടി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ വൈശാഖിനൊപ്പം ഞാൻ രാഹുൽ, ന്യൂസ് ടൈം കേരള.